ശ്രീ കെ കൃഷ്ണൻകുട്ടി നമ്മളോടൊപ്പം തത്സമയം ചേരുകയാണ്. ശ്രീ കെ കൃഷ്ണൻകുട്ടി, ഒരു വൈദ്യുതി ലൈൻ അപകടകരമായി കടന്നു പോകുന്നത് നമുക്ക് ഈ ദൃശ്യങ്ങളിൽ എല്ലാം കാണാം. സാധാരണ നിലയിൽ വൈദ്യുതി കമ്പി കടന്നു പോകുന്നതിന് തൊട്ട് താഴെ ഇങ്ങനെ ഒരു ഷെഡ് നിർമ്മിക്കാനുള്ള അനുമതി നൽകാറുണ്ടോ? അത് KCBയുടെ ശ്രദ്ധയിൽപ്പെട്ടാൽ എന്താണ് ചെയ്യുക? ഈ സ്കൂളിൽ ഇങ്ങനെ ക്രോസ് ചെയ്ത് വൈദ്യുതി ലൈൻ വലിക്കുന്നത് നിയമപ്രകാരമാണോ? ഈ കൊല്ലം തേവലക്കര ബോയ്സ് സ്കൂൾ ഷോക്കേറ്റ് 8ാം ക്ലാസ് വിദ്യാർത്ഥി മിഥുൻ മരണപ്പെട്ടത് തീർത്തും നിർഭാഗ്യകരമാണ്. സൈക്കിൾ ഷെഡിൻ്റെ മുകളിൽ വീണ് ചെരുപ്പെടുക്കാൻ ശ്രമിച്ചപ്പോഴാണ് ഷോർട്ടേറ്റെന്നാണ് പ്രാഥമിക നിഗമനം. ഇത് സംബന്ധിച്ച് വിശദമായ അന്വേഷണം അടിയന്തരമായി നടത്തി റിപ്പോർട്ട് സമർപ്പിക്കാൻ കൊല്ലം ഇലക്ട്രിക്കൽ സർക്കിൾ ഡെപ്യൂട്ടി ചീഫ് എഞ്ചിനീയർക്കും ചീഫ് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടർക്കും വകുപ്പ് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ചീഫ് ഇലക്ട്രിക്കൽ ഇൻഡിപെൻഡൻ്റ് ആണ് കേട്ടോ, ബോർഡിൻ്റെ കീഴിലുള്ളതല്ല. അപ്പോൾ അതുകൊണ്ട് സത്യസന്ധമായ റിപ്പോർട്ട് കിട്ടുമെന്നാണ് പ്രതീക്ഷ. അത് കിട്ടിയ ശേഷമേ നമുക്കതിൽ എന്താ നടപടി എടുക്കാൻ പറ്റുള്ളൂ. മിനിസ്റ്റർ, ഈ നാട്ടുകാരിൽ ചിലർ പറയുന്നത് KSEBക്ക് ഈ വൈദ്യുതി കമ്പിയുമായി ബന്ധപ്പെട്ട് പരാതി നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ്. നാട്ടുകാരിൽ ചിലർ പറയുന്നതാണ്, ഔദ്യോഗികമായി സ്ഥിരീകരണം കിട്ടിയിട്ടില്ല. അതിനാണ് അന്വേഷിക്കാൻ 2 അന്വേഷണം നടത്തിയിട്ടുണ്ട്. ചീഫ് അല്ല അതൊന്നും കിട്ടിയില്ല. ഞാനിപ്പോഴും അറിഞ്ഞേ ഉള്ളൂ. ഞാൻ ക്യാബിനറ്റ് കഴിഞ്ഞപ്പോഴാണ് അറിഞ്ഞത്. അതുകൊണ്ട് ഡെപ്യൂട്ടി സിഇനെയും ചീഫ് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറിനെയും 2 ഏജൻസിയെ അന്വേഷിക്കാൻ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ആ 2 ഏജൻസി അന്വേഷിച്ച റിപ്പോർട്ട് കിട്ടാതെ എനിക്കൊന്നും പറയാൻ പറ്റില്ല. ഒഫീഷ്യലല്ലേ കേട്ടോ. പൊതുവായ കാര്യം ചോദിക്കട്ടെ, ഇങ്ങനെ സ്കൂൾ കെട്ടിടത്തിനെ ക്രോസ് ചെയ്ത് അല്ലെങ്കിൽ സ്കൂളിലെ ഗ്രൗണ്ടിനെ ക്രോസ് ചെയ്ത് ഇങ്ങനെ വൈദ്യുതി ലൈൻ വലിക്കാമോ? അങ്ങനെ ചെയ്യാമോ? അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ശരിയല്ല എന്നുള്ളത് അത് നോക്കട്ടെ. അതൊരു അന്വേഷിക്കാൻ പറഞ്ഞിട്ടുണ്ടല്ലോ. ചീഫ് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറും KSEBയുടെ ഡെപ്യൂട്ടി സി ഇത് എന്താ സംഭവം നടന്നത്, എന്താണെന്ന് എങ്ങനെ വന്നു എന്നുള്ളതൊക്കെ വിശദമായ അന്വേഷണം നടത്തിയ റിപ്പോർട്ട് തരും. റിപ്പോർട്ട് നടത്തിയ ശേഷമല്ലേ എനിക്ക് പറയാൻ പറ്റുള്ളൂ. ഞാൻ ഒഫീഷ്യൽ ഇവിടെ ഇരുന്ന് ഒരു അന്വേഷിക്കാതെ ഒരു മറുപടി പറയുന്നത് ശരിയല്ലല്ലോ. ആ റിപ്പോർട്ട് കിട്ടെ. 2 ആളെയും അന്വേഷിക്കാൻ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. ചീഫ് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടർ ഇൻഡിപെൻഡൻ്റ് ആണ്, വൈദ്യുതി വകുപ്പിൻ്റെ ബോർഡിൻ്റെ കീഴിലല്ല. അപ്പോൾ അത് അന്വേഷിച്ച റിപ്പോർട്ട് കിട്ടിയ ശേഷം ബാക്കി തുടർ നടപടി ഉണ്ടാവും. ശരി, വളരെയധികം നന്ദി മിനിസ്റ്റർ ഞങ്ങളോട് സംസാരിച്ചതിന്. അങ്ങനെ ഒന്നും ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് അന്വേഷിക്കാം എന്നടക്കം അദ്ദേഹം പറയാൻ ശ്രമിക്കുന്നു. പക്ഷേ ആദ്യഘട്ടത്തിൽ തന്നെ അങ്ങനെ തള്ളിപ്പറയാൻ അദ്ദേഹം തയ്യാറുമല്ല. എന്തായാലും അന്വേഷണം 2 അന്വേഷണം ചീഫ് ഇലക്ട്രിക്കൽ ഓഫീസറെ അടക്കം അന്വേഷണത്തിന് ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. ബോർഡിന് കീഴിലല്ല. അപ്പോൾ സ്വതന്ത്രമായ ഒരു അന്വേഷണ റിപ്പോർട്ട് കൂടി ഉണ്ടാകും. KSEBയുടെ ഭാഗത്തുനിന്നും അന്വേഷണ റിപ്പോർട്ട് ഉണ്ടാകുമെന്ന് വൈദ്യുതി മന്ത്രി കെ കൃഷ്ണൻകുട്ടി മാതൃഭൂമി ന്യൂസിനോട്